നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷ 7-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിന് കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. യേശു പ്രാർത്ഥനയുടെ മാതൃക പഠിപ്പിച്ചതിന് ശേഷമാണ് യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ എന്ന് പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചാണല്ലോ പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗസ്ഥൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനയുടെ മധ്യേ വസിക്കുന്ന അത്യുന്നതൻ എന്നാണ്. ആ ദൈവം ഭൂമിയിൽ വസിക്കുന്ന വിശ്വാസികളുടെ പിതാവുമാണ്. ഉന്നതനായ ഒരാളിൽ നിന്ന് ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഔപചാരികതയോടെ ഒരു തവണ മാത്രം പറയുന്ന ഒരു രീതി അല്ലല്ലോ നമുക്കുള്ളത്. ആവശ്യബോധത്തോടെ ആവർത്തിച്ച് പറയണ്ടേ? അതുപോലെ സ്വന്തം പിതാവിൽ നിന്നും ഒരു കാര്യം സാധിക്കേണ്ടതിന് സാധാരണ മക്കൾ ഒരു തവണ മാത്രം ആണോ അത് പറയുന്നത്? പിന്നെയും അവരെ ഓർപ്പിച്ചുണർത്താറില്ലേ? ആവർത്തിച്ച് പറയാറില്ലേ? യേശുവിടെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. യാചിപ്പീൻ എന്നത് ഒരു ഭിക്ഷക്കാരന്റെ താഴ്മയോടെ നമ്മൾ ദൈവത്തെ സമീപിക്കണം എന്നാണ്. മൂലഭാഷയിൽ യാചിച്ചുകൊണ്ടേയിരിപ്പീൻ, അന്വേഷിച്ചുകൊണ്ടേയിരിപ്പീൻ, മുട്ടിക്കൊണ്ടേയിരിപ്പീൻ എന്നാണ്. ഞാൻ ആ പിതാവിൻ്റെ മകളോ അല്ലേ? എനിക്കിത് ആവശ്യം എന്ന് സർവജ്ഞാനിയായ പിതാവിന് അറിഞ്ഞുകൂടെ എന്നൊക്കെ ചിന്തിച്ച് നിസ്സംഗ മനോഭാവത്തോടെ അല്ല, മറിച്ച് എൻ്റെ പിതാവ് ആയ ദൈവം ഉന്നതനാണ്, സർവ ശക്തിയും സർവവ്യാപിയും അത്യുന്നതനുമാണ്, ദൂതന്മാരുടെ ആരാധന സ്വീകരിച്ച് കഴിയുന്ന സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും ന്യായാധിപനുമാണ് എന്നുള്ള ആ ഭയം നമ്മളെ വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് അറിയാമല്ലോ, തരുന്നെങ്കിൽ തരട്ടെ എന്ന് ചിന്തിക്കാതെ ഞാനൊരു യാചകനെ പോലെ കർത്താവേ, ദൈവമേ, പിതാവേ, എനിക്ക് തരണമേ, എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പറയണം. ഒരു ഹനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്ക വന്ന് എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരണം എന്ന് ഒരു വാക്ക് പറയുകയല്ല, പുറകേ നടന്നുകൊണ്ട് കർത്താവേ, ദാവീദുപുത്ര, കരുണ തോന്നണമേ എന്ന് പറയുകയാണ്. അവ ശിഷ്യന്മാർ പറയുകയാണ്, നമ്മളെ അവർ കണ്ടുപോകാൻ ശല്യപ്പെടുത്തുന്നല്ലോ കർത്താവ് യേശുവെ, അതുകൊണ്ട് അവളെ പറഞ്ഞയക്കണം. കർത്താവ്, നീ എന്തിനാണ് ആവർത്തിച്ച് പറഞ്ഞത്? ഒരിക്കലും പറഞ്ഞില്ലേ എനിക്ക് ചെവി കേൾക്കാമല്ലോ എന്നല്ലല്ലോ പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് സാധിക്കണം. മലാഖിയിൽ ദൈവം ചോദിക്കുന്നത്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെയെന്നാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ആ ബഹുമാനം ഉണ്ടായിരിക്കണം. മകൻ അപ്പവും മീനും ചോദിച്ചാൽ കല്ലിനെയും പാമ്പിനെയും കൊടുക്കുമോ എന്നത് ഒരു നിസാര ഉദാഹരണമല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ എന്നും കൂടിയുണ്ട്. അതായത് പിതാവിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് മിനുസമുള്ള കല്ല് കണ്ടിട്ട് അപ്പം എന്ന് വിചാരിച്ച് പറയുകയാണ്, ഇതാ അപ്പം, എനിക്ക് എടുത്തതാ. ആ മോനെ, ഇതാ അപ്പം എന്ന് പറഞ്ഞ് ആ കല്ലെടുത്ത് ഏതെങ്കിലും അപ്പം കൊടുക്കുമോ? ആ കുഞ്ഞ് കടിക്കും, അവൻ്റെ പല്ലും പോവും, കൊടുക്കത്തില്ല. അതുപോലെ മീന് എന്ന് തോന്നിക്കുന്ന പാമ്പുണ്ട്, അത് കടിക്കുന്നതാണ്, വിഷമുള്ളതാണ്. അപ്പൊ കുഞ്ഞ് ഇതാ മീൻ എന്ന് പറഞ്ഞ് അവന് കളിക്കാനായിരിക്കും. ആ കുഞ്ഞ് ഇന്നാ മീൻ എന്ന് പറഞ്ഞ് ഈ വിഷമുള്ള ഈ പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ? ഇല്ല. ചില ഇസ്രായേലിലൊക്കെ ചില തേളിൻ്റെ പുറത്ത് അതിൻ്റെ മുട്ടയുണ്ട്, അതിൻ്റെ കൂട്. അതിൻ്റെ അടിയിലുള്ള തേളിനെ കുഞ്ഞ് കാണുന്നില്ല, മുകളിലെ ആ മുട്ട പോലെയുള്ളതേ കാണുന്നുള്ളൂ. ഇതാ മുട്ട എന്ന് പറഞ്ഞാൽ
ആ മുട്ടയെന്ന് പറഞ്ഞ് തേളിനെ പിടിച്ചു കൊടുക്കുമോ? ഇതാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലിരിപ്പ് എല്ലാം ദൈവത്തോട് പറയുക, അത് സാധിപ്പിച്ചെടുക്കാനുള്ള ഒരാളായിട്ട് ഒരു ഏജന്റായിട്ട്, ഒരു മധ്യസ്ഥനായിട്ട് ദൈവത്തെ കരുതുകയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. നമുക്ക് ദോഷമില്ലാത്തത് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ എനിക്ക് തരണമേ, നിന്റെ ഹിതമാണെങ്കിൽ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് യാചിക്കാനും അന്വേഷിക്കാനും മുട്ടിക്കൊണ്ടിരിക്കാനും നമുക്ക് സാധിക്കണം. ഭൂമിയിലെ പിതാക്കന്മാർ മക്കൾക്ക് അവരുടെ ആഗ്രഹം മനസ്സിലാക്കി, അവരുടെ അപേക്ഷ മനസ്സിലാക്കി, നല്ല ദാനങ്ങളെ കല്ലിനെയും പാമ്പിനെയും തേളിനെയും കൊടുക്കാതെ യഥാർത്ഥ അപ്പവും യഥാർത്ഥ മീനും യഥാർത്ഥ മുട്ടയും കൊടുക്കാനായിട്ട് ഭൂമിയിലെ പിതാക്കന്മാർക്ക് മനസ്സാണെങ്കിൽ അവരതാണ് ചെയ്യുന്നതെങ്കിൽ സൽഗുണസമ്പൂർണനായ സ്വർഗത്തിലെ ദൈവം ഏറ്റവും നല്ലത്, നന്മ എത്രയധികം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ശരണപ്പെടുന്ന തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ലത്, നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നത്, നമുക്ക് ദോഷം വരാത്തത് തരുന്ന ഒരു നല്ല പിതാവാണ് നമ്മുടെ പിതാവ് എന്നതിൽ ഉറച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരു ചടങ്ങായിട്ടല്ല, മറിച്ച് ആവശ്യബോധത്തോടു കൂടെ ഒരു യാചകനെ പോലെ ദൈവത്തിന് ബഹുമാനം കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.